ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ദിശയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിൽ ആയിരുന്നപ്പോൾ എന്നെ ഒരു മാഡം കാണാനായിട്ട് വന്നു. അപ്പോൾ എന്നോട് ആ മാഡം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആദ്യം ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഒരു ദിവസം ഞാൻ ദിശ അക്കാഡമിയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിലായിരിക്കുന്ന സമയത്ത് ഒരു മാഡം എന്നെ കാണാൻ വന്നതിന് ശേഷം പറഞ്ഞു, എൻ്റെ മകൾക്ക് SSC റെയിൽവേയുടെ ക്ലാസ്സുകളുടെ ആവശ്യമുണ്ട്. അവളിപ്പോൾ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. +2 കഴിഞ്ഞ് ഇനി ഒരു ഡിഗ്രിക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനത് അവളോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയും അല്ലെങ്കിൽ എൻ്റെ മകള് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് നേടിയെടുക്കണം എന്നതാണ് ആഗ്രഹം. അപ്പോൾ ഡിഗ്രി ആയിട്ട് എനിക്കൊരു സബ്ജക്റ്റ് എടുക്കുന്നെങ്കിൽ എനിക്ക് ആ പഠനത്തോടൊപ്പം ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാഡം മകളോട് ചോദിച്ചു, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുമോ? നിൻ്റെക്കാളും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ നീറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിനൊക്കെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മാർക്കുണ്ട് മകൾക്ക്. അവളെക്കാളും മാർക്ക് കുറഞ്ഞ ആൾക്കാർ വരെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്ന ഒരു കാലത്ത്, അതായത് നമ്മുടെ നാട്ടിൽ കൂടുതലും എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിലേക്കുള്ള മത്സരങ്ങളുടെ പുറകെ പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു കാലമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ആ കാര്യം. അപ്പോൾ മാഡം സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ മകളോട് ചോദിച്ചു, ഇങ്ങനെയുള്ള വല്ല കോച്ചിങ്ങിനും പോയാൽ പോരെ? കാരണം നിന്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള കൂടുതൽ വിദ്യാർത്ഥികളും ഇങ്ങനെയുള്ള കോച്ചിങ്ങിനല്ലേ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി കൃത്യമായി പറഞ്ഞു, എനിക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം നേടിയെടുക്കണം, എനിക്ക് എൻ്റെ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം എക്സാമിന് വേണ്ടി പഠിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി ഡിഗ്രിക്ക് BA ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത്. അതിനോടൊപ്പം ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു, വീക്കെൻഡ് ബാച്ചിൽ. എന്നിട്ട് എന്നോട് ചോദിച്ചു, സാർ ഈ 2 ദിവസം പഠിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ? ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മാഡം എന്നെ കാണാൻ വന്നപ്പോൾ അവരുടെ കുട്ടിയെ പറ്റി പറഞ്ഞ ആശങ്കയാണ് എനിക്ക് ഈ വീഡിയോയായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരണം തോന്നിയത്. കാരണം ഒരുപാട് ആളുകളുടെ ഒരു ആശങ്കയാണ്, നമുക്കൊരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം നിങ്ങൾ ഈ പരീക്ഷകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പരീക്ഷകളാണ് സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾ, കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ, അതുപോലെ തന്നെ ഞാൻ അതിനോടൊപ്പം പറയുന്നു ബാങ്കിങ് എക്സാമുകൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് ജോബിൻ്റെ സാധ്യതകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും. ഒന്ന്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ. മറ്റൊന്ന്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷകൾ. മറ്റൊന്ന്, ഇന്റലിജൻസ് ബ്യൂറോയുടെ പരീക്ഷകൾ. ISRO നടത്തുന്ന പരീക്ഷകൾ. കൂടാതെ UPSC പരീക്ഷകൾ എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല ബാങ്കിങ് എക്സാമുകൾ. ഞാൻ ബാങ്കിങ് എക്സാമുകൾ കൂടി ഈ കേന്ദ്ര ഗവൺമെന്റ് സർവീസിന്റെ ഒപ്പം പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കൽ നോളജ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകൾ, അതുപോലെ കറണ്ട് അഫയേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഒരു വിദ്യാർത്ഥി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏത് എക്സാമുകൾക്കും വരുന്നത്, ബാങ്കിങ് എക്സാമുകൾക്കും വരുന്നത്. വളരെ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന, സിൻസിയറായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടൊരു ജോബ് ആഗ്രഹിക്കുന്ന, സാലറീഡ് ആയിട്ടുള്ളൊരു ജോലി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന പാതകളാണ് ഈ പറഞ്ഞ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയത്. ഈ ഓരോ സർവീസുകളെ കുറിച്ചും അവിടുത്തെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ വീക്കെൻഡിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ, വീക്കെൻഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആഴ്ചയിൽ 2 ദിവസം മാത്രം പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് അറ്റൻഡിങ് 2 ദിവസത്തിലേക്ക് ചുരുക്കുകയും കൂടാതെ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസിനുള്ള കൃത്യമായ മെറ്റീരിയൽസ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഇപ്പോൾ ദിശ അക്കാഡമിയുടെ ബ്രാഞ്ചുകളിൽ വീക്കെൻഡ് ക്ലാസ്സുകളോടൊപ്പം നമ്മൾ ദിശയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ അവർക്ക് എല്ലാ ദിവസവും കൃത്യമായി ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കൂടാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാംസ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എക്സാംസ് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ അവർക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ടെക്സ്റ്റുകളും പ്രാക്ടീസ് ചെയ്യാം. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ്, സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, മെത്തേഡുകളെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറയുന്നു, ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2ലേക്ക് ചേർന്നൊക്കെ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ
അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള അവസരത്തെ പറ്റി. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രയോജനം ചെയ്യുന്ന, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന് മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ ആശങ്കയാണ് ഇത്തരം സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നറിയില്ല. അങ്ങനെയുള്ളവർക്ക് കേരളത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷനാണ് ദിശ അക്കാഡമി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഏകദേശം 3000-ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇത്തരം എക്സാമുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ട്. അതിൽ 2000-ഓളം ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ പഠിക്കാനായി വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുക. 1000-ഓളം അവയർനെസ് വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടാതെ ടെലഗ്രാം ചാനലുകൾ, ദിശയുടെ തന്നെ അതർ ആർമി ചാനൽസ് പോലെയുള്ള ചാനലുകളും വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഹെൽപ്പിംഗ് കൊടുക്കാനായിട്ട് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ നമ്മൾ എല്ലാ ജില്ലകളിലും, അതായത് നിങ്ങൾക്ക് എക്സാമുകൾ ആഗ്രഹിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ 5 സ്ഥലങ്ങളിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളുണ്ട്. എവിടെയൊക്കെയാണ്? ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് പ്ലേസുകളിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിൽ നിങ്ങൾക്കൊരു കോളേജിൽ പഠിക്കുന്നത് പോലെ ജോയിൻ ചെയ്ത് റെഗുലർ ക്ലാസ്സുകൾക്ക് പഠിക്കാം, വീക്കെൻഡ് ക്ലാസ്സുകൾക്ക് പഠിക്കാം. ഇനി നിങ്ങൾ കേരളത്തിന് വെളിയിൽ എവിടെയാണെങ്കിലും ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയും ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഓരോ പരീക്ഷകളെക്കുറിച്ചും കൃത്യമായി അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് SSC എക്സാമുകളെ കുറിച്ചാണ്. എന്താണ് SSC പരീക്ഷകൾ? നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് SSC എന്ന് പറയുന്നത്. ഇതിന്റെ കീഴിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSCയുടെ CGL എക്സാം, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. രണ്ടാമതായിട്ട് CHSL എക്സാം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. മൂന്നാമതായിട്ട് MTS എക്സാം, മൾട്ടിപ്പിൾ ടാസ്ക് വരുന്ന എക്സാം. നാലാമതായിട്ട് ജനറൽ ഡ്യൂട്ടി, കേന്ദ്ര സേനകളിലേക്ക് വരുന്ന പരീക്ഷ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഇത് കൂടാതെ സ്റ്റെനോഗ്രഫി, CPO പോലെയുള്ള പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ SSC JE ജൂനിയർ എഞ്ചിനീയർ പരീക്ഷകളൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. CGL എന്ന് പറയുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ നിറച്ചിട്ടുള്ള ഒരു എക്സാം ആണ് SSC CGL. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഏജ് അറൗണ്ട് 30 വയസ്സിന് താഴെയാണ് നിൽക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? 30 ഇയേഴ്സിൽ താഴെ വരുന്ന ആളുകൾക്കാണ് CGL എക്സാം ഉള്ളത്. അതായത് ചെറുപ്രായത്തിലുള്ള ആളുകളെ നോക്കിക്കൊണ്ട് നടത്തുന്ന പരീക്ഷയാണ്. ഞാനെപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമുക്കൊരു യങ്ങർ ഏജിൽ ജോലി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിന്റെ വളരെ നിർണായകമായ സമയത്ത് നമുക്ക് ആ ജോലി കൊണ്ടൊരു പ്രയോജനമുള്ളൂ. ഏതൊക്കെ ജോലികളാണ് CGL വഴി കിട്ടുന്നത്? നിങ്ങൾക്കൊരു കസ്റ്റംസ് ഓഫീസർ ആവാം, ഒരു CBI ഓഫീസർ ആവാം, ഒരു സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് GST ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ആവാം, ഒരു ED ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം, ഒരു NIA ഓഫീസർ ആവാം. ഇങ്ങനെ നിരവധി യൂണിഫോം പോസ്റ്റുകൾ വരുന്ന പല ആളുകൾക്കും അറിയാം, കസ്റ്റംസിൽ കയറണം എന്നുണ്ട്, എങ്ങനെയാ ഏത് പരീക്ഷ എഴുതേണ്ടതെന്ന് അറിയില്ല. അല്ലെ ഒരു CBI ഓഫീസർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഏത് പരീക്ഷയാണ് എഴുതേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CGL എക്സാം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ സാധിക്കുന്ന പരീക്ഷയാണ്. അറൗണ്ട് 20,000 മുതൽ 30,000 വരെ എവറി ഇയർ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന പരീക്ഷയാണ്. ഇപ്പോൾ പോലും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. ഇനിയും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരുന്ന പരീക്ഷയാണ് CHSL പരീക്ഷ. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരുന്ന പരീക്ഷയാണ് MTS പരീക്ഷ. ജനറൽ ഡ്യൂട്ടി 10th ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷയാണ്. ഇത് യൂണിഫോം പോസ്റ്റ് ആണ്, അതായത് ഫോഴ്സ് കേന്ദ്ര സേനകളിലേക്കാണ്. ഏതൊക്കെയാ? CRPF, BSF, ആസാം റൈഫിൾ, CASF പോലെയുള്ള കേന്ദ്ര സേനകളിലേക്ക്. 23 വയസ്സാണ്. ഇതിന് യങ്ങർ ഏജിലുള്ള ആളുകളെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ +2 10th ഒക്കെ കഴിഞ്ഞിട്ട് 18 വയസ്സ് പൂർത്തിയായ 18നും 23നും വയസ്സിനിടയ്ക്കുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്റ്റാഫ് സെലക്ഷന്റെ കീഴിലുള്ള ഈ പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷകൾക്കെല്ലാം നമുക്ക് ഡിഗ്രി ചെയ്തുകൊണ്ടും +2 ചെയ്തുകൊണ്ടും ഒക്കെ പഠിക്കാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഞാൻ വളരെ നീട്ടിയൊന്നും പറയുന്നില്ല, പെട്ടെന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞു പോവാണ്. പരീക്ഷകളും സാധ്യതകളുമാണ് പറഞ്ഞു പോകുന്നത്. റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്നത് നമുക്ക് NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി പരീക്ഷ. ഇതിൽ +2 ഡിഗ്രി ഉള്ള ആളുകൾക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഏതൊക്കെയാണ്?
ക്ലറിക്കൽ പോസ്റ്റുകൾ ഉള്ളതായിട്ട് അറിയാം, സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകൾ ഉള്ള അറിയാം, TT ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നറിയാം, അതുപോലെ തന്നെ ട്രെയിൻ മാനേജർ, ഗൂഡ്സ് ഗാർഡ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നറിയാം. അവർക്കെല്ലാം NTPC പരീക്ഷയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ കിട്ടുന്നത്. ഇത് കൂടാതെ വേറെ പരീക്ഷകളൊക്കെ ഉണ്ട് കേട്ടോ. NTPCയുടെ പരീക്ഷ അല്ലാതെ തന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. 10ാം ക്ലാസ് ആണ് ഇതിന്റെ യോഗ്യത വരുന്നത്. റെയിൽവേയിലുള്ള ചെറിയ ചെറിയ പോസ്റ്റുകളിലേക്ക് വരുന്ന പരീക്ഷയാണ്. ഏകദേശം നല്ല വേക്കൻസി വരുന്ന പരീക്ഷകളാണ്. ട്രെയിൻ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ALP പരീക്ഷ, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ, റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ, അതുപോലെ തന്നെ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ റെയിൽവേ പോലീസിലേക്കൊക്കെ ജോലി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള RPF പരീക്ഷ പോലെയുള്ള പരീക്ഷകളൊക്കെയാണ് പ്രധാനമായിട്ടും എവിടെ നിന്നുള്ളത്, നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈഡിൽ നിന്നുള്ളത്. ജൂനിയർ എഞ്ചിനീയർ ALP പരീക്ഷകളൊക്കെ ITA ഡിപ്ലോമ BTechകാർക്കൊക്കെയാണ്. ഇവിടെ കോമൺ ആയിട്ട് നമുക്കൊരു 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് റെയിൽവേയുടെ പരീക്ഷയും, പക്ഷേ നമ്മുടെ SSCയുടെ പരീക്ഷ ഒരു 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ റെയിൽവേയുടെ സാധ്യതയും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാം. അപ്പോൾ SSCയുടെ ഒരു ഏകദേശം അതേ സിലബസ് തന്നെയാണ് റെയിൽവേ പരീക്ഷയ്ക്കും വരുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സിലബസ് നമ്മൾ പറയുകയാണെങ്കിൽ, SSCയുടെ ഒരു സിലബസ് പറയുകയാണെങ്കിൽ QA ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ജനറൽ അവയർനെസ് ഉണ്ട്. ഇത് SSCയുടെ സിലബസ് ആണെങ്കിൽ RRBയുടെ സിലബസിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. QAയുടെയും RAയുടെയും GAയുടെയും ഒക്കെ ടോപ്പിക്കുകൾ സിമിലർ ആണ്. റെയിൽവേയിൽ വരുമ്പോൾ സയൻസിന് കുറച്ചുകൂടി ഒരു വെയിറ്റേജ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഈ എക്സാമിന് ഇല്ല. അപ്പം എന്ത് ചെയ്യുക, റെയിൽവേ പരീക്ഷയും SSC പരീക്ഷയും നമുക്ക് ഏകദേശം ഒരേപോലെ തന്നെ പഠിച്ചു പോകാൻ സാധിക്കുന്ന പരീക്ഷകളാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്ന് പറയുന്നത്, IB ഇന്റലിജൻസ് ബ്യൂറോയുടെ പരീക്ഷ, അതുപോലെ തന്നെ ISRO നടത്തുന്ന പരീക്ഷകൾ. ഈ പോസ്റ്റുകളിലൊക്കെ കിട്ടിയ ആളുകളുടെ പലരുടെയും ഇന്റർവ്യൂസ് ഒന്നും നമ്മൾ കാണുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു വിങ് ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന IB എന്ന് പറയുന്ന വിങ്, അതുപോലെ തന്നെ ISRO. ഇവിടെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്, LD പോസ്റ്റുകളുണ്ട്, UD പോസ്റ്റുകളുണ്ട്, അങ്ങനെ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്, അങ്ങനെ നിരവധി, അല്ലെങ്കിൽ ഇവിടെ ഓഫീസർ AO പോസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ IBയിലും ISROയിലും ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ ആ രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, IBയുടെയും ISROയുടെയും പരീക്ഷകൾ കൂടി എഴുതാം. അപ്പൊ ഈ ബോഡികളുടെ എക്സാമുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പഠിച്ചെഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നു, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന, +2 ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പഠനത്തോടൊപ്പം ഈ കേന്ദ്ര ഗവൺമെന്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള പഠനവും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഒരു 24 വയസ്സൊക്കെ ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സമയം ഒരുപാട് വൈകി പോകുന്നതായിട്ട് കാണാം. അതാണ് ആ പേരന്റ് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ആ മാഡത്തിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് കൃത്യമായി മനസ്സിലാവുകയും അവരുടെ മകളെ അവർക്ക് സന്തോഷത്തോടു കൂടി ഇത്തരം എക്സാമിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ആ കുട്ടി വളരെ ഹാപ്പിയായി പഠിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള എനർജിയുള്ള ആളുകൾ, പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ, അവരുടെ ഒരു എയിമാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യിപ്പിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഘടകം. ദിശ അക്കാഡമി അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസിലൂടെ കേരളത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് ബാങ്കിങ് എക്സാംസിന്റെ സാധ്യതകൾ കൂടിയാണ്. ബാങ്കിങ് എക്സാംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഈ എക്സാമുകൾ അറിയാം. കാരണം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ബാങ്ക് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടായതുകൊണ്ട് തന്നെ അവിടെ ക്ലറിക്കൽ PO അല്ലെങ്കിൽ SO പോസ്റ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ഈ പരീക്ഷയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ബാങ്കിങ് പരീക്ഷകൾ നമ്മുടെ നാട്ടിൽ പലതരം ബാങ്കുകളുണ്ടല്ലോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, അതുപോലെ റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്, അതുപോലെ കാനറ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഉണ്ട്, അതുപോലെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള ബാങ്കുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്കുകളിലെല്ലാം ക്ലറിക്കൽ PO SO പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രത്യേകത IBPS എന്ന് പറഞ്ഞൊരു റിക്രൂട്ട്മെന്റ് ബോഡിയാണ് അവരുടെ PO പരീക്ഷ, റീജിയണൽ റൂറൽ ബാങ്കിന്റെ പരീക്ഷ, ക്ലർക്ക് പരീക്ഷ, SO പരീക്ഷ എല്ലാം നടത്തുന്നത്. SBI നടത്തുന്ന പരീക്ഷകളൊക്കെ ഉണ്ട്. SBI നടത്തുന്ന PO, ക്ലർക്ക്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പരീക്ഷകൾ. അതുപോലെ തന്നെ RBI
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന RBI അസിസ്റ്റന്റ് ഗ്രേഡ് ബി പരീക്ഷകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇതിനും എന്ത് വേണം? ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് മെയിൻലി ഇത്തരം എക്സാമുകൾക്ക്, ബാങ്കിങ് എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്നത്. നല്ല എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നവർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന മേഖല തന്നെയാണ് ബാങ്കിങ് മേഖല. കാരണം അത്യാവശ്യം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന, നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന, നിങ്ങളൊരു ബാങ്കിൽ ക്ലർക്കായിട്ട് കയറി പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടുകയും അത്യാവശ്യം നല്ല സാലറി പാക്കേജിലേക്ക്, 1 ലക്ഷം രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് പാക്കേജിലേക്ക് തന്നെ നമ്മൾ എത്തുന്നു എന്നുള്ളത്, ഫിനാൻഷ്യലി നമുക്ക് എന്തെല്ലാം അലവൻസുകളുണ്ട്, ഇവയെല്ലാം കൂടെ വരുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാറുന്നു. നമുക്ക് കൃത്യമായ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മാന്യമായ ഒരു ജോബ് നമുക്ക് കിട്ടുന്നു. മൺഡേ ടു ഫ്രൈഡേ, ഇനിയിപ്പോൾ തന്നെ അവർക്ക് 2-3 സാറ്റർഡേകളേ ഉള്ളൂ, അത് സാറ്റർഡേ ഓഫ് ആക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ്, മൺഡേ ടു ഫ്രൈഡേ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന, വളരെ എനർജറ്റിക് ആയി ജോബ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല. ഇതിനും പഠിക്കാനുള്ളത് എന്ത് തന്നെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ, കമ്പ്യൂട്ടർ അവയർനെസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് മാത്സ് പഠിക്കാൻ താല്പര്യമുള്ള, റീസണിങ് പഠിക്കാൻ താല്പര്യമുള്ള, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള, എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ താല്പര്യം, അതായത് കാണാതെ പഠിക്കുകയൊന്നുമല്ല, എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ, നമ്മൾ ഒരു റാങ്ക് ഫയൽ മേടിച്ച് അത് കാണാതെ പഠിക്കുന്ന സിസ്റ്റത്തിലൊക്കെ പരീക്ഷ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഞാൻ പറയുന്നു, ഇച്ചിരി എനർജറ്റിക് ആയിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും നോക്കാൻ സാധിക്കുന്ന പരീക്ഷകളാണ് ഇത്തരം പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദിശ അക്കാഡമി ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. ഏത് SSC, റെയിൽവേ, ബാങ്കിങ്, അതുപോലെ ISRO, IB പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകളും ബാങ്കിങ് എക്സാമുകൾക്കും. അപ്പോൾ നിങ്ങൾ വീക്കെൻഡായിട്ട് വീക്കെൻഡുകളിൽ, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് കൃത്യമായ ഒരു ഓപ്ഷനാണ് ദിശ അക്കാഡമി എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ വീക്കെൻഡ് ക്ലാസ്സുകളോടൊപ്പം ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷന്, അതിലൂടെയുള്ള മോക്ക് ടെസ്റ്റുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഞാൻ ദിശ അക്കാഡമി എന്ന് മാത്രം പറയുന്നില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇത്തരം എക്സാമുകളുടെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് കൃത്യമായി പഠിക്കുക. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായ എക്സാം സെലക്ഷൻ നിങ്ങളുടെ ഏജിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ജോബ് സെലക്ഷൻ സാധ്യമാകും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഒരു വലിയ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.